സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോ ഞാൻ 2024 ഫസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അത് നമ്മൾ ഇന്ന് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പക്ഷെ മുന്നേ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ വീഡിയോ ഇട്ടുള്ളത് സ്റ്റുഡിയോ ടൂർ ആണ്. അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ജാൻ 1-ാം തീയതി ഇടാന്ന് വിചാരിച്ചിട്ട്. ചൂടെടുക്കണല്ലേ? ഡിസംബർ അല്ല, ജാനുവരി ആണെന്നോട്ട് ഒരു കാര്യമില്ല, നല്ല ചൂടുണ്ട്. അതിനകത്ത് ഞാനൊരു വൈബിന് വേണ്ടിയിട്ട് ഈ ഒരു ഉടുപ്പൊക്കെ ഇട്ടതാണ് കേട്ടോ. എപ്പോഴെങ്കിലും നല്ല തണുത്ത സ്ഥലത്ത് യാത്ര പോകുമ്പോൾ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചാൽ അത് നടക്കാത്തതുകൊണ്ട് എന്റെ കൊതി മാറ്റാൻ വേണ്ടി ഞാനിങ്ങനെ പറ്റുമ്പോ ഇടാലോ എന്ന് വിചാരിച്ചാൽ ഇട്ടതാ. അപ്പൊ നമ്മൾ റിവൈൻ 2023 ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. അസ്വി വ്ളോഗ്സിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇപ്പൊ നമ്മൾ അസ്വി വ്ളോഗ്സിലാണല്ലോ കൂടുതൽ ഇങ്ങനത്തെ ചിറ്റ്ചാറ്റ് വീഡിയോസ് ഒക്കെ ഇടുന്നത്. വ്ളോഗ്സിനും ഇങ്ങനത്തെ കുട്ടി ചിറ്റ്ചാറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ ഇത്. അസ്വി മലയാളത്തിൽ നമുക്ക് ഫുൾ ഓൺ കോണ്ടന്റ്. ഇപ്പൊ എല്ലാവർക്കും അത് അറിയാം, പക്ഷെ ഒന്നും കൂടി പറഞ്ഞു തന്നല്ലോ. അപ്പൊ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് റിവൈൻഡ്. അതാത് വർഷത്തെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്, നമുക്ക് കൂടുതലും കരിയറിനെ കുറിച്ചും നമ്മളൊരു ചിറ്റ്ചാറ്റ്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് നമ്മൾ ഈ വർഷം ഉദ്ദേശിച്ചത്, എന്തൊക്കെയാണ് ഉണ്ടായെന്നൊക്കെ ഉള്ളത് പറയാട്ടോ. ഫസ്റ്റ് തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട്, അതായത് 2022 അതേപോലെ 2023 വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ബുക്കാണ് കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് പേജസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വർഷം കൂടി, അതായത് ഈ വർഷം എന്ന് പറയുമ്പോൾ ഞാൻ 2023 ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞ വർഷം ഒന്നും പറയാൻ വരുന്നില്ല. ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പൊ ആ ഒരു രീതിക്കാണ് കേട്ടോ പറയണത്. അപ്പൊ ഈ ഒരു ബുക്ക് എനിക്ക് സിമ്പിൾ ആൻഡ് ബേസിക് ബുക്കാണ് ഇഷ്ടം. അതായത് ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതാൻ പറഞ്ഞിട്ട്, ഇപ്പൊ പ്ലാനേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതാ എന്റെ കയ്യിലുണ്ട് പ്ലാനർ. ഈ വർഷം ഞാൻ ഇതാണ് ഉപയോഗിക്കാൻ പോണത്, കാരണം എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അത് ഫാക്ടർ നോട്ട്സ് എന്നല്ലേ, ഫാക്ടർ നോട്ട്സിന്റെ ഒരെണ്ണം കൂടി എന്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു കുട്ടിക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തു. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നോക്കി നോക്കാം. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. അത് എത്ര പഴകിയാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് അതന്നെ യൂസ് ചെയ്യാൻ പറ്റിയ അത്രയും സന്തോഷമാണ്. അപ്പൊ പകുതിയോളം ഞാൻ 2022 യൂസ് ചെയ്തു, പകുതിയോളം ഞാൻ ഈ 2023 യൂസ് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മൾ 2023 വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ആ വർഷം എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്നുള്ളത് എഴുതി വെക്കാറുണ്ട്. എന്നിട്ട് ടിക്കറ്റ് പോവാണ് കേട്ടോ പതിവ്. ഇതിപ്പോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും സൈഡിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ടും ഇൻസ്റ്റയ്ക്ക് വേണ്ടിയിട്ട് ഓരോ മാസം അച്ചീവ് ചെയ്യേണ്ട സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും, അതേപോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോവേഴ്സിന്റെ എണ്ണവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ മാസവും. പക്ഷെ അതാത് മാസമൊന്നും ആവില്ല കേട്ടോ ഞാൻ അത് അച്ചീവ് ചെയ്തിട്ടുണ്ടാവുക. അതാവണതിനനുസരിച്ച് ടിക്കറ്റ് പോവാണ് ചെയ്യാം. പിന്നെ അസ്വി വ്ളോഗ്സിൽ എത്ര എണ്ണം വേണം എന്നുള്ളത് അതും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്ര വ്ളോഗ്സ് ഇടണം എന്നുള്ളത് 2023 എത്ര വേണം എന്നുള്ളത് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2023 ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്ന്, യൂട്യൂബിൽ 1 മില്യൺ ആവണം എന്നുള്ളതാണ്. അതായി. ഏട്ടന് PhD അതും ഒക്കെ റെഡിയാണ്. ഇനി ലാസ്റ്റ് ഒരു വൈബയും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഇൻസ്റ്റയിൽ 500K, അത് ഞാൻ ചുമ്മാ എഴുതിയതാട്ടോ. ശരിക്കും ഞാൻ 300K ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഇതിവിടെ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. പക്ഷെ എന്താ വെച്ചാൽ 300K വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിനും മുന്നേ തന്നെയായി. അപ്പൊ ഞാനൊരു ഓവർ കോൺഫിഡൻസിൽ പിന്നീട് മാറ്റിയിട്ട് 500K ആക്കിയത് അതിനെ വേറെ പേജിൽ എഴുതി. അത് അഹങ്കാരമായി പോയി. എന്തായാലും ഡ്രൈവിങ്ങും അതേപോലെ തന്നെ എനിക്ക് സ്വന്തമായിട്ട് കാറും മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതും നടന്നിട്ടുണ്ട്. ജിമ്മിൽ പോകണം, തെറപ്പിക്ക് പോകണം എന്നുണ്ടായിരുന്നു, അത് പോയില്ല കേട്ടോ. സോളോ ട്രിപ്പ് പോകണം എന്നുണ്ടായിരുന്നു, അത് പോയില്ല. ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുവരെ ഞാൻ പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഏട്ടനും ഇമ്മക്കുട്ടിയും കൂടി നമ്മളൊരു ഫാമിലി ട്രിപ്പായിട്ട് പോകണം, അതും പോയില്ല. ഒരു ഡൽഹി ട്രിപ്പ് പോകണം എന്നുണ്ടായിരുന്നു അമ്മയുടെ ഒപ്പം, അതും നടന്നില്ല കേട്ടോ. അപ്പൊ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയണത് ഒന്നും തന്നെ നടന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ആകെ റെഗുലർ ആയിട്ട് കുറച്ചാണ് ജിമ്മിന് പോയി എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും 1 മില്യൺ എന്ന് വിചാരിച്ചിട്ട്, 1 മില്യൺ അല്ല കേട്ടോ, 1 മില്യന് മീതെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഏപ്രിലോടുക്കുന്ന 1 മില്യൺ ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മാസം നമുക്ക് 5,000 സബ്സ്ക്രൈബേഴ്സ് വെച്ച് കയറും എന്നുള്ള രീതിക്കാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ നോക്കുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും ഒരു മാസം എത്ര സബ്സ്ക്രൈബേഴ്സ് വെച്ച് കൂടുന്നുണ്ട് എന്നുള്ളത്. അതും കൂടി കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എഴുതുന്നത്. അതുപോലെ ഫോളോവേഴ്സ് ആണെങ്കിൽ നമുക്ക് അറിയാം ഓരോ മാസം എത്ര കയറുന്നുണ്ടെന്ന്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട്, ഒരുപാടല്ല, അൺറിയലിസ്റ്റിക് ആയിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. ആ ഒരു രീതിക്ക് പിടിച്ചു പോകുമ്പോൾ പിന്നെ എമൗണ്ട് ഓഫ് വർക്ക് അത് നമ്മൾ
ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് അതേ രീതിയിലത്തെ വർക്കും കൂടി ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതേപോലെ 2022 ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2022 ഇതേപോലെ മാസം മാസം എത്ര 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 വേണം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും അങ്ങനെ എത്താറില്ല കേട്ടോ, പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കതൊരു ഒരു സന്തോഷം തോന്നാറുണ്ട്. എല്ലാ മാസവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട്. ചിലരിങ്ങനെ വിഷൻ ബോർഡ്സ് ഒക്കെ ഉണ്ടാക്കും. അതായത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒരു ബോർഡിൽ പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ചു വെക്കും. ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് ഇപ്പൊ ഒരു സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ മലേഷ്യ, അങ്ങനെ നമുക്ക് US UK അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്ത് കറങ്ങാൻ പോകണം, അതല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പഠിക്കാൻ പോകണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു പ്രത്യേക പിക്ചർ അതിൽ ഒട്ടിച്ചു വെക്കും. ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട്. പിന്നെ നമുക്ക് കരിയർ വൈസ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു പ്രൊമോഷൻ വേണമെങ്കിൽ അപ്പൊ അത് എഴുതിയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് വീട് സ്വന്തമായിട്ട് വേണമെന്നാണെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ, അങ്ങനെ നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, നമ്മളത് നടന്ന് കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ലിറ്ററലി നമ്മൾ ഡ്രീം ചെയ്യാൻ, നമ്മൾ അതിലേക്ക് എത്തി എന്നുള്ളൊരു കാര്യത്തിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. എനിക്കിങ്ങനെ മാനിഫെസ്റ്റേഷനിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അതൊന്നും നോക്കാറില്ല. ഞാൻ ആകെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ കരിയർ വൈസ് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ മെൻഷൻ ചെയ്ത് വെക്കും. പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടതും മെൻഷൻ ചെയ്ത് വെക്കാറുണ്ട്. എന്നിട്ട് കരിയർ വൈസ് പിന്നെ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ജസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അതല്ലാണ്ട് പിന്നീട് ഞാൻ ഇത് എത്തിയോ എന്ന് ആലോചിച്ച് എപ്പോഴും എടുത്ത് നോക്കുക അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും, എനിക്ക് പറ്റുന്ന പോലെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് അവിടെ ടിക്കറ്റ് പോവാന്നുള്ളതാണ്. അപ്പൊ ഞാൻ കരിയർ വൈസ് നോക്കുമ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് എത്താൻ പറ്റാറുണ്ട്. എല്ലാം അല്ലെങ്കിലും ഞാൻ പിന്നെ ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടൊന്നും വെക്കാറില്ല കേട്ടോ. കുറച്ച് കുട്ടി ഗോൾസ് ആയിട്ട് തന്നെ വെക്കാറുള്ളൂ. പക്ഷെ അത് പറ്റാറുണ്ട്. പക്ഷെ പേഴ്സണൽ ഗ്രോത്തിലാണ് ഞാൻ വളരെ ഫെയിലായി പോവാറുള്ളത്. പക്ഷെ നമുക്ക് എന്തായാലും ഫസ്റ്റ് നമുക്ക് എങ്ങനെയായിരുന്നു ഈ വർഷത്തെ ഒരു തുടക്കം, എങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ന്യൂ ഇയർ ഗോവയിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഗോവയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ന്യൂ ഇയർ സമയത്ത് ഒരു ടെൻഷൻ ഇല്ല, എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും. നമുക്ക് ഗോവയിൽ തന്നെ ഏതെങ്കിലും റിസോർട്ടിൽ പോവാം. ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിൽ നമുക്ക് വലിയ പൈസ ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും ഗോവ ആയതുകൊണ്ട്. ഇനി ഒന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീച്ചിൽ പോയിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അതല്ലല്ലോ അവസ്ഥ. പിന്നെ അങ്ങനെ ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും അങ്ങനെ പാർട്ടി അനിമൽസ് അല്ല. നമ്മൾ പാർട്ടിയിൽ പോയിട്ട് വൈബ് ചെയ്ത് ചില്ല് ചെയ്യുന്ന അങ്ങനത്തെ ആളെ അല്ല. എനിക്ക് പിന്നെയും പറ്റുമായിരിക്കും, അത് ഏട്ടനും പറ്റില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ കൂടുതൽ നോക്കണെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഞാനായിരുന്നു ഇമ്മക്കുട്ടിയും കൂടെ പോയി വില പടക്കം പൊട്ടിക്കുന്നത് കാണണം. അങ്ങനെ ഗോവയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ബീച്ചിലിരുന്ന് ഇങ്ങനെ കാണാൻ പറ്റി, അതൊരു ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് തോന്നാറില്ല. അപ്പൊ ഈ വർഷം അതും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത് 2023 സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഒരു ഇതിലാണ്. പിന്നെ നമ്മൾ കുറച്ച് വ്ളോഗ്സ് ഒക്കെ ഇട്ടു, കുറച്ച് ടിഫിൻ പാക്കിംഗ് വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, SB വ്ളോഗ്സ്. അത് ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സീത ഇൻസ്പയർഡ് ലുക്ക്, സിനിമയുടെ പേരെന്തായിരുന്നു, സീതാരാമം എന്നല്ല സിനിമയുടെ പേര്, ഈ സിനിമയുടെ പേര് പെട്ടെന്ന് ഞാൻ മറക്കൂട്ടാം. അപ്പൊ അതിന്റെ ഇൻസ്പയർ ലുക്കും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മള് അമ്മ ഗോവയ്ക്ക് കൊണ്ടുവന്നു കേട്ടോ. അമ്മയുള്ള കാരണം എനിക്ക് ഗോവയിലായിരുന്നപ്പോഴും കുറെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷമാണ് 7 വർഷം കംപ്ലീറ്റ് ചെയ്തു യൂട്യൂബില്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടു. പിന്നെ ഞാൻ ഗോവയിൽ നിന്ന് പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ മുന്നത്തെ വർഷം തനിയെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. പക്ഷെ കഴിഞ്ഞ വർഷം അതായത് 2023 ശരിക്കും ഫ്രീക്വന്റ് ആയിട്ട് തനിയെ വർക്കിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാനും തനിയെ ഓരോ സ്ഥലത്ത് നിൽക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ 1 മില്യൺ ആയി എന്നുള്ളതാണ്, അയ്യോ അതൊരു അടിപൊളി ഫീലിംഗ് തന്നെയായിരുന്നു. 1 മില്യൺ എന്ന് പറയുന്നത് ഒരു സന്തോഷല്ലേ. എല്ലാവർക്കും യൂട്യൂബിൽ എത്തുമ്പോൾ 1 lakh ആവുക, പിന്നെ അടുത്തൊരു മൈൽ സ്റ്റോൺ 1 മില്യൺ ആവുക, അതൊരു അടിപൊളി ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വിഷു സീരീസ് ചെയ്തു. പിന്നെ നമ്മൾ വേറൊരു കാര്യം, എനിക്ക് ഗോവയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേപ്പ് ഗോവയിൽ പോകണം എന്നുള്ളത്. അത് നല്ല രസമാട്ടോ കേപ്പ് ഗോവ കാണാനായിട്ട്. അവിടെ കേപ്പ് ഗോവ റിസോർട്ടാ. അപ്പൊ അവിടെ ഞാൻ പോയിട്ട് ഞാനൊരു ബിക്കിനി പോലത്തെ, അതിന് ബിക്കിനി ഒന്നും വിളിക്കാൻ പറ്റില്ല, അവിടെ ഫോട്ടോ ഇടാം. എന്റെ കുട്ടി ഭയങ്കര ഹേറ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമായി. എനിക്ക് ഇപ്പോഴും കംഫർട്ടബിൾ അല്ലാത്ത ഒന്ന് കാണിക്കാൻ ഞാൻ ഇടും. ഗോവയിലായിരുന്നപ്പോ ബീച്ചിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഷോർട്ട്സ് സ്ഥിരം ഇടാറുണ്ട്. പക്ഷെ എനിക്ക് ഫോട്ടോ എടുത്ത് ഇടാൻ അത്ര കംഫർട്ടബിൾ അല്ലാത്ത ഷോർട്ട് ഡ്രസ്സസാ. ഇവിടെ പിന്നെ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഷോർട്ട് ഡ്രസ്സ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, എന്റെ കാലത്ര രസമില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീലിങ്ങില്. പക്ഷെ അതും ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് അതും മറികടക്കാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ആണ്
നമ്മൾ ആരതിപ്പൊടി ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് നല്ലോണം ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്പയർഡ് ലുക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആരതിപ്പൊടിയുടെ തന്നെ ആയിരിക്കും കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് കേട്ടോ അത്. അതേപോലെ തന്നെ കിയാര, കുന്തവായി ലുക്ക്, അതൊക്കെ ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിന്റെ ഇടയിലാണ് നമ്മള് ക്വാർട്ടേഴ്സിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം എന്റെ കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ക്വാർട്ടേഴ്സിലേക്ക് മാറാം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഇത് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടായത്. എവിടെ? നമ്മുടെ ഫ്ലാറ്റിലായിരുന്നു നമുക്ക് സ്റ്റുഡിയോ ആയിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് മാറിയിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് വരേണ്ടായത്. നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പിന്നെ ഗോവയ്ക്ക് പോകുമ്പോഴേക്കും നമുക്ക് അവിടെ അടുത്ത ക്വാർട്ടേഴ്സിലേക്ക് മാറാം എന്നുള്ള രീതിക്കായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ്. നമ്മൾ നാട്ടിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്മക്കുട്ടിക്ക്. ആ സ്കൂളിൽ കിട്ടുക. പിന്നെ നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മൾ എത്ര നാള് നമ്മൾ ഗോവയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം. നമ്മൾ എന്തായാലും സ്ഥിരമാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഗോവയിൽ. അപ്പൊ പിന്നെ ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ, എനിക്കാണെങ്കിലും ഇതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ നാട്ടിൽ തന്നെ, ഞാനും മോളും നാട്ടിൽ തന്നെ സെറ്റിൽ ആവാം എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വന്നത്. ഒരു രാത്രി കൊണ്ടാണ് കേട്ടോ ആ ഒരു തീരുമാനം ഉണ്ടായത്. അത് നമ്മുടെ ലൈഫിലെ, അത് 2023 ഏറ്റവും വലിയ ഒരു മാറ്റം തന്നെ വേണം പറയാനായിട്ട്. ഞാൻ കുറച്ചും കൂടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മേ ബി ഒരു 10 to 12 വർഷമൊക്കെ ഗോവയിൽ ഉണ്ടാവും, അതിനുശേഷം നാട്ടിലേക്ക് വരണ കാര്യം ആലോചിക്കുന്നുണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് പേഴ്സണലി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇമ്മക്കുട്ടിക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ സംസാരിച്ചപ്പോൾ ഇമ്മക്കുട്ടി ഓക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. പിന്നെ ഒരു സ്ട്രഗിൾ തന്നെയായിരുന്നു കേട്ടോ. കാരണം സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. സാധനങ്ങള് ഗോവയിൽ നിന്ന് നാട്ടിലേക്ക് ഇനി ഷിഫ്റ്റ് ചെയ്യണം. പക്ഷെ അതിന് കുറച്ചും കൂടി സമയം വേണമായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, അതായത് ഇമ്മക്കുട്ടീനെ സ്കൂളിൽ ചേർത്തുന്ന സമയത്തൊന്നും ഏട്ടൻ ഉണ്ടായിരുന്നില്ല ഇവിടെ. ഏട്ടൻ അവിടെയായിരുന്നു, ഗോവയിലായിരുന്നു. അപ്പൊ അതൊരു ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. പിന്നീടാണ് ആലോചിച്ചത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ തന്നെയാണ്, ഇനിയിപ്പോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ, നമ്മൾ ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അതൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇതൊക്കെ എവിടെ വെക്കും? കാരണം ഇത് ഓൾറെഡി ഒരു ഫുൾ ഓൺ, അതായത് 2 നില വീടാണ്. ഇതിൽ ഓൾറെഡി സാധനങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ വീട്ടിൽ തൃശ്ശൂർ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ഗോവയിൽ നിന്ന് കൂടി സാധനങ്ങൾ കൊണ്ടുവന്ന് എവിടെ വെക്കും? അപ്പൊ നമുക്കൊരു സ്റ്റുഡിയോ ആയിട്ട് എന്തായാലും വർക്കിന് വേണ്ടിയിട്ട് വേണം. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ വേറെ വീട് വാടകയ്ക്ക് എടുക്കാം എന്നുള്ള രീതിക്കായിരുന്നു വിചാരിച്ചത്. അപ്പൊ പോയി വരാം അങ്ങനെ വിചാരിച്ചപ്പോ എനിക്ക് തോന്നി, അയ്യോ അത് ടഫായിരിക്കും, ഒരു ആവശ്യമുള്ള സമയത്ത് നമ്മൾ വീട്ടിലില്ലെങ്കിൽ ബുദ്ധിമുട്ടാവല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ കുറെ പേര് കോമന്റ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി വീടിന്റെ മീതെ ടെറസിൽ ഒരു സ്റ്റുഡിയോ പണിത് അതല്ലേ നല്ലത് എന്നുള്ള രീതിക്ക് ആലോചിച്ചപ്പോൾ ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മയും ഓക്കെ എന്നാ അത് മതി എന്നുള്ള. ഏട്ടനും ഉണ്ണിക്കും എന്റെ അനിയനും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല അതിന്. അതൊരു ബാധ്യതയാവും എന്നുള്ള രീതിക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഒബ്വിയസ്ലി ഞാനൊരു തീരുമാനം പറഞ്ഞ പിന്നെ ഏട്ടനും ഒന്നും വെച്ചാൽ അങ്ങനെ പറയില്ല, ഉണ്ണി എന്റെ അനിയനും അങ്ങനെ പറയില്ല കേട്ടോ. ഞാൻ കോൺഫിഡന്റ് ആയിട്ട് ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ ഗോ ഹെഡ്, അങ്ങനത്തെ ആൾക്കാരാണ് രണ്ടുപേരും. അപ്പൊ പിന്നെ ഒരു സ്ട്രഗിൾ ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ പണിയാൻ തുടങ്ങാന്നൊക്കെ പറഞ്ഞു. അയ്യോ, ഇപ്പൊ നമ്മൾ പ്ലാനൊക്കെ ചെയ്തു, സ്റ്റുഡിയോ പണിത് തുടങ്ങണതിന്റെ ഇടയിൽ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കുറച്ചധികം വേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് നൈക്കയുടെ ഇവന്റ് ഉണ്ടായിരുന്നു മുംബൈയിൽ. അപ്പൊ അത് ഞാൻ തന്നെയാ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ യൂട്യൂബിന്റെ ഷോർട്സ് ഇവന്റ് ഉണ്ടായിരുന്നു, ബിഹൈൻഡ് വുഡ്സിന്റെ അവാർഡ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ഏട്ടൻ വന്നു കേട്ടോ. പിന്നെ ഏട്ടൻ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തു ഈ സ്റ്റുഡിയോന്റെ പണി ഇതാക്കാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഞാൻ സ്റ്റുഡിയോന്റെ പണി തീർത്തിട്ട് പിന്നെ സ്റ്റോറേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റോറേജിന്റെ പണി ഏട്ടൻ നോക്കിട്ടോ. ആ സമയത്താണ് നമുക്ക് ഓണം സീരീസ് ഉണ്ടായിരുന്നത്. ഓണം സീരീസ് എനിക്ക് തോന്നുന്നു 6ാമത്തെ 7ാമത്തെ വർഷത്തെ ആയിരുന്നു അല്ലെ. അയ്യോ, അതെനിക്ക് 6ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തു ഓണം സീരീസ് 2023 എന്ന് പറയണത്. അതൊരു അടിപൊളി ഫീലിംഗ് ആണ്. ഇത്രയും വർഷമായിട്ട് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. പിന്നീടാണ് നമ്മള് ഈ സ്റ്റുഡിയോന്റെ പണിയൊക്കെ തീർത്ത്, അയ്യോ അതിനുശേഷം നമ്മൾ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്തു. ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റിങ്ങിന്റെ സമയത്ത് ഞാൻ പോയില്ല കേട്ടോ. എന്റെ അനിയനും ഏട്ടനും കൂടിയിട്ടാണ് ഷിഫ്റ്റിംഗ് എല്ലാം ഇങ്ങോട്ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതർ വേൾഡ് പാക്കേഴ്സിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കാറ് ഡ്രൈവ് ചെയ്ത് വന്നു. അങ്ങനെ അതൊരു ടാസ്ക് ആയിരുന്നു. അത് ഏട്ടന് ഉണ്ണിയും കൂടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വെച്ച്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് അസ്വി വ്ളോഗ്സിലാണെങ്കിലും അസ്വി മലയാളത്തിലാണെങ്കിലും നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്ളോഗ്സ് അല്ലല്ലോ അധികം ചെയ്യണേ. ഇപ്പൊ വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ടാസ്കുകൾ തന്നെ നമുക്ക് വ്ളോഗ് ചെയ്തിടുമ്പോൾ നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേറൊരു സെപ്പറേറ്റ് നമുക്കൊരു ടൈം കണ്ടെത്തേണ്ട ആവശ്യമില്ല. പക്ഷെ കണ്ടന്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ടൈം കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് ഇരിക്കണം. അതാണ് എനിക്ക് ഒരു വലിയൊരു ഡിഫറൻസ് തോന്നാറുള്ളത്. പക്ഷെ വ്ളോഗ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മനസ്സിന്റെ ഒരു ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് ആ ഒരു ഹാപ്പിനെസ്, അതേപോലെ തന്നെ വ്ളോഗ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ആ ഒരു
എനർജി ഉണ്ടാവണം, അതല്ലെങ്കിൽ എനിക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റാറില്ല. ഈ ഒരു വർഷം ഞാൻ ഏറ്റവും അധികം ലാക്ക് ചെയ്ത ഒരു കാര്യമായിരുന്നു കേട്ടോ ബ്ലോഗിന്റെ കാര്യത്തിൽ. എനിക്ക് ആ ഒരു എനർജി നല്ലോണം നഷ്ടപ്പെട്ടിരുന്നു. ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ടും കൂടി ആവാം. അപ്പൊ അതുകൊണ്ട് ഇത്തവണ വ്ളോഗ്സ് ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു വലിയ സ്ട്രഗിളിന് ശേഷം നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടായിട്ടുള്ളതാണ്, നമുക്ക് ഇത്തവണത്തെ ബെസ്റ്റ് ബ്യൂട്ടി വ്ളോഗർ അവാർഡ് 2023 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് ആകെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് വ്ളോഗ്സ് നേരെ ചെയ്യാൻ പറ്റുന്നില്ല, ഗോവയിൽ നിങ്ങൾ വന്നു കൊടുക്കണേ. അപ്പൊ എല്ലാവർക്കും ഒരു കണക്ഷൻ ആ ഒരു നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ അസ്വി ഫാം ആണെങ്കിലും കുറെ പേര് പറഞ്ഞു, ചേച്ചി ഒട്ടും സുഖമാവുന്നില്ല, പേഴ്സണലി ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല, അതൊരു എന്നുവെച്ചാൽ ആ ഒരു അടുപ്പം ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ എല്ലാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും അതുപോലെ തന്നെ എനിക്ക് ഫുള്ളായിട്ട് ഇരുന്നൊരു കോണ്ടന്റും ഷൂട്ട് ചെയ്യാനൊക്കെ വെച്ചാൽ നമുക്ക് ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ ഒരു പ്രത്യേകിച്ച് സ്ഥലമില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ശബ്ദം ബഹളം അതിന്റെ കാര്യങ്ങൾ നോക്കണം. ഇമ്മക്കുട്ടിയുടെ സ്കൂളിൽ വെച്ചാൽ ഇമ്മക്കുട്ടിക്ക് സ്കൂളിൽ പോയി തുടങ്ങാന്ന് പറഞ്ഞാൽ അവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പറിച്ചു നടുകയല്ലേ ചെയ്തിട്ടില്ല. അപ്പൊ ഇമ്മക്കുട്ടിക്കും കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. ഏട്ടനും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പൊ ആകെ മൊത്തത്തിലൊരു ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. പക്ഷെ അത് എങ്ങനെയൊക്കെയോ അതങ്ങനെ നടന്നു. അതിന്റെ ഒപ്പം ഞാൻ എന്നെ കൊണ്ട് ആവുന്ന വിധത്തിലായിരുന്നെങ്കിലും ബ്രേക്ക് എടുക്കാണ്ട് എനിക്ക് കോണ്ടന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ അതുകൊണ്ടാണോ എന്താന്ന് എനിക്കറിയില്ല. എന്തായാലും അതിന് കിട്ടിയത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ നമ്മൾ നവരാത്രി സീരീസ് ചെയ്തു, നമുക്ക് സൂര്യ ടിവിയിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. TV പ്രോഗ്രാം ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. പിന്നെ ഇടയിൽ അതിനുശേഷം ഏട്ടന്റെ സർജറി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നോസിന്റെ സർജറി ആയിരുന്നു. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷെ ടെൻഷൻ ഉണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും, അതും നന്നായിട്ട് തന്നെ നടന്നു. ഓഹോ, അത് ഭയങ്കര ആശ്വാസമായി. പിന്നെ നമുക്ക് യൂട്യൂബിന്റെ ഇവന്റ്സ് അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുംബൈയിൽ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻവൈറ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലത്തെ ഒരു 6 യൂട്യൂബേഴ്സിനെ വെച്ചിട്ട് ഒരു ഷൂട്ട് യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്യാരവനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഷൂട്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനൊരു അവസരം കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ തനിയാണ് പോയത്, തനിയാണ് നിന്ന്, അതൊക്കെ അടിപൊളിയായിട്ടുള്ള ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ പിന്നെ നമ്മള് ക്രിസ്മസ് സീരീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, കുറച്ച് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ലാസ്റ്റ് ഇൻസ്പയർഡ് എക്സ്പ്രസ് സീരീസും കൂടി ചെയ്തിട്ടാണ് നിർത്തി. അതിനേക്കാളും മുന്നേ എനിക്കൊരു കാര്യം കൂടി പറയാറുണ്ട്. നമ്മള് കാറ് മേടിച്ചിട്ടുണ്ട്. അതെനിക്കൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എനിക്കിങ്ങനെ കുറെ നാളത്തെ, അതായത് മുന്നിലത്തെ വർഷം മുതൽക്കേ ഉള്ള ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് എന്റെ പൈസ കൂട്ടി വെച്ചിട്ട് ഒരു കാറ് മേടിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ കാറ് മേടിച്ച് ഞാൻ ഡ്രൈവ് ചെയ്യും. പക്ഷെ ഇപ്പൊ എനിക്ക് കോൺഫിഡന്റ് ആയിട്ടില്ല. എനിക്ക് അടുത്ത വർഷത്തേക്ക്, അതായത് ഈ വർഷം 2024 എനിക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് തനിയെ കാർ എടുത്തിട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. നമ്മൾ എന്തായാലും പടിപടിയായിട്ട്, ഒറ്റയടിക്കല്ലാന്നും നടക്കില്ലല്ലോ, പടിപടിയായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഓൾ ഇൻ ഓൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച്, ഇൻസ്പയർഡ് ലുക്സ് ആണെങ്കിലും, ഓണം, വിഷു, അതേപോലെ നവരാത്രി, ക്രിസ്മസ് സീരീസ്, ഇതൊക്കെ നന്നായി ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബ് ഇപ്പൊ നമ്മൾ 13 ലക്ഷമാണ് കേട്ടോ. നമ്മള് 10 ലക്ഷം ആവുമെന്ന് വിചാരിച്ചത് നമ്മൾ 13 ലക്ഷത്തിലേക്ക് എത്തി. അതേപോലെ തന്നെ നമ്മളൊരു 300+ 3 lakh പ്ലസ് ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഉണ്ട് നമുക്ക്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടിയൊക്കെ ഞാൻ ഇൻഡിപെൻഡന്റ് ആയി. അത് ട്രാവലിന്റെ കാര്യത്തിലാണെങ്കിലും അതെ, അതേപോലെ തന്നെ നമ്മൾ വോക്കിന്റെ കാര്യത്തിലാണെങ്കിലും അതെ. പിന്നെ വിചാരിച്ച പോലെ ഒന്നും ഒരു ട്രാവലിംഗ് ഒന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. അത് എന്തായാലും ആ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. എന്റെ PhD ആണെങ്കിലും വർക്ക് ആണെങ്കിലും അതേപോലെ ഷിഫ്റ്റിംഗ് ആണെങ്കിലും, അതേപോലെ നമുക്ക് ഫിനാൻഷ്യലിയും വേറെ കുറച്ച് ബാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് നമുക്ക് അത് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയില്ല. മാനസികമായിട്ടും അല്ലാണ്ട് ഒന്നും നമുക്ക് ആ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ട്രാവലിങ്ങും അങ്ങനെ ഒന്നും നടന്നില്ല. പക്ഷെ ദാറ്റ്സ് ഓക്കെ, എല്ലാം കൂടി നടക്കില്ലല്ലോ. പക്ഷെ എനിക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടന്റെ PhD സബ്മിറ്റ് ചെയ്തു, അത് ആക്സെപ്റ്റ് ആയി എന്നുള്ളത് അതൊരു ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വർഷം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇമ്മക്കുട്ടിക്കാണെങ്കിലും കുറച്ചുകൂടി ഒരു സെറ്റിൽഡ് അവസ്ഥ വന്നു. ഇനിയിപ്പോ നമുക്ക് ഭയങ്കര ടെൻഷനൊന്നുമില്ല. ഗോവയിലായിരുന്നപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഓക്കെ ഇവിടെ നിന്ന് മാറി ഇനി വേറെ എവിടേക്ക്, വേറെ ഏത് സ്കൂള്, അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇമ്മക്കുട്ടിയുടെ കാര്യത്തിൽ അതൊന്ന് സെറ്റിലായി. പക്ഷെ കുറെയൊക്കെ നമ്മൾക്ക് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ വന്നിട്ട്. എസ്പെഷ്യലി ഇമ്മക്കുട്ടിക്കാണെങ്കിലും ക്ലൈമറ്റിന്റെയും ഇതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്രയും നാളെ താമസിച്ചിരുന്ന ഒരു അറ്റ്മോസ്ഫിയറിന് വന്നിട്ട് ഫിസിക്കലി ആൻഡ് മെന്റലി അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും
ഫൈനലി എല്ലാ തരത്തിലും നമ്മൾ അഡ്ജസ്റ്റ് ആയി. പിന്നെ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പനി വരിക, ഓരോ ബുദ്ധിമുട്ടുകള്, അഡിനോയിഡ്സിന്റെ ഇഷ്യൂ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്കൊരു വലിയ സ്ട്രഗിൾ തന്നെ ആയിരുന്നു. പക്ഷെ സംഹൗ വി സർവൈവ്ഡ് എന്ന് പറയില്ലേ, അതാണ് മതി. അത് തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും എപ്പോഴും നോക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ആവുന്നത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വർഷത്തില് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യം ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു ബ്രേക്ക്, കരിയറിന് ഒരു ബ്രേക്ക് എടുക്കുകയെ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ആ ഒരു സാഹചര്യത്തിൽ ചെയ്യാവുന്ന ബെസ്റ്റ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ടും റീലായിട്ടും അതേപോലെ ഷോർട്സ് ആയിട്ടും മാക്സിമം ഇൻഫോർമേറ്റീവ് ആയിട്ടും അതേപോലെ തന്നെ എന്റർടൈനിങ് ആയിട്ടും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ അതെനിക്ക് അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടാ. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ജിമ്മിൽ ചേർന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ ഒരാഴ്ച നല്ല അടിപൊളിയായിട്ട് പോകും. പിന്നത്തെ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 ദിവസം. പിന്നത്തെ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 4 ദിവസമേ പോകുള്ളൂ. എന്താ വെച്ചാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം അല്ലെങ്കിൽ വയ്യ അങ്ങനെ ഒക്കെ ഓരോന്ന് വന്നിട്ട് പിന്നത്തെ ആഴ്ച ആകുമ്പോൾ ചിലപ്പോൾ അത് 2 ദിവസം. 2 ദിവസത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾക്ക് ഭയങ്കര ഗേറ്റ് ആവും. എന്ന് വെച്ചാൽ അയ്യോ പോയില്ലല്ലോ, എന്നാ പിന്നെ ഇനിയിപ്പോ പോണ്ടാന്നുള്ളത് നമ്മൾ മൊത്തത്തിൽ വിടും. അതാണ് നമ്മുടെ കാര്യത്തിൽ, ഇപ്പൊ ജിമ്മിന്റെ കാര്യം അല്ലെങ്കിൽ നമ്മൾ വർക്കിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊരു കാര്യം തുടങ്ങി വെച്ചാലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാന്നുള്ള രീതിക്കാണെങ്കിലും, നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കാന്നുള്ള കാര്യത്തിലാണെങ്കിൽ, നമ്മുടെ കരിയർ വൈസ് ആണെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ ഇങ്ങനെ റെസൊല്യൂഷൻസ് വെക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഭയങ്കര അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ കുറച്ചായിട്ട് വിട്ട് പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി വിടും. പക്ഷെ അതിന് പകരം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും, ഇപ്പോ നമുക്ക് ഒരു മണിക്കൂർ ജിമ്മിൽ ചെലവഴിക്കാൻ സമയമില്ല, വേണ്ട, ബട്ട് സ്റ്റിൽ പോയിട്ട് ഒരു 20 മിനിറ്റ് മതി. പോവാന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. കുഞ്ഞായിട്ട് ചെയ്താൽ മതി. അതായത് ഒരുപാടൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആവുന്ന കുറച്ചെങ്കിലും ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കുന്നതിന് പകരം കുറച്ചെങ്കിലും ചെയ്യാം. ഇപ്പൊ ഹെൽത്തി ഫുഡ്, അതിപ്പോ നമ്മള് ചില നേരങ്ങളിൽ നമ്മുടെ കൺട്രോൾ വിട്ട് നമ്മൾ അൺഹെൽത്തി ആയിട്ട് കഴിച്ചു. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, എന്തായാലും ഇന്നത്തെ കാര്യം കൈവിട്ടുപോയി, അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങ് കൈവിട്ട് പൊക്കോട്ടെ, ഫുൾ ആയിട്ട് ഇനി അൺഹെൽത്തി കഴിക്കാന്ന് വിചാരിക്കും. പക്ഷെ അതിന് പകരം എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ അൺഹെൽത്തി കഴിച്ചു കുഴപ്പമില്ല, അടുത്ത നേരം കഴിക്കുമ്പോൾ എഗൈൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കുക, കുറച്ച് പോർഷൻ കൺട്രോളിൽ കഴിക്കാൻ ശ്രമിക്കുക. ഒരു നേരം നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ആ റെസൊല്യൂഷൻ അങ്ങ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം കംപ്ലീറ്റ്ലി അങ്ങ് വിട്ട് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മാക്സിമം എന്താണോ പറ്റുക അത് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ശരിക്കും തോന്നുന്നു എനിക്ക് നമ്മുടെ യൂട്യൂബിന്റെ കാര്യത്തിൽ, നമ്മുടെ കരിയറിന്റെ കാര്യത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ഈവൻ ദോ ഞാൻ മെന്റലി എക്സോസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിലും, ഈവൻ ദോ ഞാൻ ഫിസിക്കലി എക്സോസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിലും, അറ്റ് ദി എൻഡ് എനിക്കിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടാണ് ഇതിൽ എത്തിയെന്നൊക്കെ ആലോചിക്കുമ്പോൾ, അതുപോലെ ഞാനിത് എത്ര ഇഷ്ടത്തോടെയാണ് ചെയ്തതെന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പിന്നെ അതൊരു മോട്ടിവേഷൻ ആയിട്ട് വരാറുണ്ട്. പക്ഷെ ആ ഒരു മോട്ടിവേഷൻ എനിക്ക് ബാക്കി പല കാര്യങ്ങളിലും എടുക്കാൻ പറ്റാറില്ല കേട്ടോ. അതിപ്പോ ഈവൻ ഡ്രൈവിങ്ങിന്റെ കാര്യമാണെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു ഇതെനിക്ക് കിട്ടാത്തോണ്ടാണ്. ഇപ്പൊ കുറച്ച് സമയം അതിനു വേണ്ടി എടുത്തിട്ട്, ഇപ്പൊ 1 മണിക്കൂർ പറ്റില്ലെങ്കിലും ചില ദിവസം ഒരു അരമണിക്കൂറാണെങ്കിലും ഞാൻ തനിയെ എടുത്ത് ഡ്രൈവ് ചെയ്ത് പഠിച്ചിരുന്നെങ്കിൽ ഇതിനോടൊക്കെ എനിക്ക് തനിയെ ഡ്രൈവ് ചെയ്ത് പോകാൻ. പക്ഷെ ഞാൻ അതിലൊരു എഫേർട്ടേ എടുക്കുന്നില്ല. അപ്പൊ അവിടെയാണ് ഞാൻ ലാക്ക് ചെയ്യുന്നത്. അപ്പോ ഇതിപ്പോ ഞാൻ ഉപദേശിക്കുക അങ്ങനെയൊന്നല്ല കേട്ടോ, എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവും. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എനിക്കും അങ്ങനെ പറ്റാറില്ല. ഇപ്പൊ നമ്മുടെ ഒരു കരിയറിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു എഫേർട്ട് ഇട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി പല കാര്യങ്ങളും ഞാൻ ഫെയിൽ ആവാറുണ്ട്. അപ്പൊ അതിൽ വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ ഇതാണ് എനിക്ക് ഒരു അടിപൊളിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്ക് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യുള്ളൂ. അതായത് ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ 1 മണിക്കൂറേ വർക്ക്ഔട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ എനിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് പഠിക്കില്ല. അങ്ങനത്തെ ഒരു വാശിക്ക് പകരം നമുക്ക് പറ്റാവുന്ന എന്താണോ അത് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇപ്പൊ പുതിയതായിട്ട് ഡാൻസോ പാട്ടോ ഒക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സമയമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെക്കാൻ പറ്റും. പക്ഷെ എല്ലാ ആഴ്ച 1 മണിക്കൂർ അതിന് വേണ്ടി മാറ്റി വെച്ചാൽ ഈ വർഷം ആകുമ്പോഴേക്കും നമ്മളത് പഠിച്ചു തുടങ്ങുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കുറച്ച് സമയം അതിനെ പറ്റുള്ളൂ വെച്ചാലും കുഴപ്പമില്ല. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ച അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. കൺസിസ്റ്റൻസി ഈസ് കീ. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. അത് നമുക്കത് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഒരു
അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ നമ്മൾ ട്രാവലിന്റെ കാര്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ദിവസവും കുറച്ച് സമയം എങ്ങടാ പോണ്ടേന്നൊക്കെ നോക്കി, അതിനൊരു ഏജൻസി പോലെയൊക്കെ നോക്കി അതിന് നന്നായി റിസർച്ച് ചെയ്ത് അതിനൊക്കെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കണ്ടുപിടിച്ച് വെക്കുകയാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റുന്നുണ്ടാവും. അതിനുള്ള എഫേർട്ട് ഒന്നും എടുക്കാത്ത കാരണമാണ് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഒന്നും ശരിയാവാണ്ട്, അതുപോലെ അപ്പൊ പിന്നെ അപ്പോഴേക്കും പിന്നെ ഫിനാൻഷ്യലി നമ്മൾ അതിന് വേണ്ടി ഒന്നും സേവ് ചെയ്തൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ അത് കംപ്ലീറ്റ്ലി അങ്ങ് ക്യാൻസൽ ചെയ്യും. അപ്പൊ അതിന് പകരം കുറച്ചായിട്ട് നമ്മുടെ ടൈമും എനർജിയും ഒക്കെ നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ ഫിസിക്കലി ആണെങ്കിലും റെഗുലർ ആയിട്ടുള്ള ജിമ്മിൽ പോവാ, ട്രാവലിംഗ് കുറെ കൂടി ചെയ്യുക, സോളോ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഡ്രൈവിംഗ്, അതായത് ഇൻഡിപെൻഡന്റ് ആവാന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മൊബിലിറ്റി, നമുക്ക് എങ്ങടെയെങ്കിലും പോകേണ്ട കാര്യത്തിനൊക്കെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ മൊബിലിറ്റിയുടെ കാര്യത്തിലും കൂടി നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുകയാണെങ്കിൽ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡന്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഗ്രോത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ഈ വർഷം എനിക്ക് ഒരുപാട് നല്ല ആളുകൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല ആളുകൾ, എനിക്ക് കുറച്ചധികം ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു ബെസ്റ്റി അല്ല കേട്ടോ. അതങ്ങനെ വിചാരിക്കരുത്. ഡെയിലി സംസാരിക്കുക, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ചൈൽഡ്ഹുഡ് മുതൽക്കേ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ അച്ഛനും ബാങ്കിലായതുകൊണ്ട് എല്ലാ 3 വർഷം ചിലപ്പോൾ 2 വർഷം കൂടുമ്പോൾ നമ്മൾ സ്കൂള് മാറണ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടേ ഇല്ല. പല സമയങ്ങളിലും എനിക്ക് തോന്നുന്നു എൻ്റെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലം ഞാനൊരു മനുഷ്യജീവിയോട് സംസാരിക്കുക പോലും ചെയ്യാണ്ട്, അതായത് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുള്ളവരല്ലാണ്ട് എനിക്ക് പുറത്തുനിന്ന് ഒരാള് ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഐ ആം മോർ ദാൻ ഹാപ്പി. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടമാണ്. ഒരു പ്രശ്നം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ എനിക്കിങ്ങനെ കുറെ ആളുകളായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുകയും സംസാരിക്കുകയും നല്ല പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്, ആ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് അതൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് മാറുകയും ചെയ്തിട്ടില്ല. ആൻഡ് ടച്ച് വുഡ് അതെന്നും അങ്ങനെ തന്നെ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ റിലേഷൻഷിപ്പും പോലെ തന്നെ ഫ്രണ്ട്ഷിപ്സിലാണെങ്കിലും ചില ബ്രേക്കപ്സും കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ ഈ അടുത്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളുണ്ട്, അടിപിടി ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്തിനാ ഇതൊക്കെ പലരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ അങ്ങ് അലമ്പായി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരു ബെസ്റ്റി കൺസെപ്റ്റേ ഇല്ല കേട്ടോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം, ബട്ട് ഐ ഹാവ് സം ഗുഡ് പീപ്പിൾ അറൌണ്ട് മീ. എനിക്ക് എന്റെ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അത് ഞാൻ അതങ്ങനെ വെക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് കറക്റ്റ് ഒരു വരയുണ്ട് കേട്ടോ, എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കണം, എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കണ്ട എന്നുള്ളത്. അതുകൊണ്ട് ഞാനും അമ്മയും ഒരുമിച്ച്, കുറെ പേർക്ക് അറിയില്ല ഞാനും മോളും തന്നെയാണ് താമസിക്കുന്നത്, കുറെ പേര് വിചാരിക്കുന്നത്. അല്ല, ഞാനും അമ്മയും മോക്കുട്ടിയും കൂടിയാണ് താമസിക്കുന്നത്. ആൻഡ് അമ്മ കാണാറില്ലല്ലോ, ആൻഡ് ലെറ്റ് ഇറ്റ് ബി, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒന്നാമത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെ വരണത് ക്യാമറയിൽ. എന്റെ ഇൻലോസിനെ ഇപ്പൊ ആരും കാണാറില്ല. എന്റെ അനിയനെ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്റെ ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ ആരും കണ്ടിട്ടില്ല. എന്റെ കസിൻസ് ആരെയും കണ്ടിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് ആരെയും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. എന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ എവിടം വരെ ഷെയർ ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴൊന്നും ഞാനൊരു ഓവർ ഷെയർ ചെയ്യുന്ന ആളെ അല്ല. എനിക്കത് കറക്റ്റ് എവിടെ നിർത്തണം എന്നൊക്കെ നല്ല ധാരണയുണ്ട് കേട്ടോ. ആൻഡ് അത് നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് എനിക്ക് വർക്കായിട്ടുള്ളത്. പക്ഷെ എനിക്ക് കുറച്ച് നല്ല ആളുകളുണ്ട് ചുറ്റിനും. പക്ഷെ എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ, ഇറ്റ്സ് ബെറ്റർ നമ്മുടെ കൂടെ നിന്ന് ചതിക്കുന്ന ആളുകൾ ഉള്ളതിനെക്കാട്ടിലും നല്ലത്, അതല്ലെങ്കിൽ നമ്മുടെ വൈബിലുള്ള ആളുകളല്ലെങ്കിൽ അതിനെക്കാട്ടും നല്ലത് ആരും ഇല്ലാണ്ടിരിക്കുക. നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും ലൈഫ് മുന്നോട്ട് പോകാനൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അതൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നില്ല. മേ ബി ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടും പ്രശ്നമായിട്ടും തോന്നില്ല. നമ്മളിൽ ഹാപ്പി ആയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ എല്ലാരെയും കാണിക്കാൻ, ഇത് എല്ലാവർക്കും ഭയങ്കര ഫ്രണ്ട്സും ഗ്യാങ്ങും അതൊക്കെ അടിപൊളി ഫീലിംഗ് ആണ്, ഇല്ലാന്ന് ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ അതുണ്ടെന്ന് കാണിക്കാനുള്ള ഒരൊറ്റ വ്യഗ്രത കൊണ്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി അതിലേക്ക് കുഴി ചാടുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്കൊരു ഇതുണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളിൽ വളരെ കോൺഫിഡൻസ് ഉണ്ടാവണം. അതുപോലെ നമുക്ക് ബൗണ്ടറീസ് ഉണ്ടാവണം. ചില ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നീ എന്താ ഇങ്ങനെ, ഈ എന്ത് ഡ്രസ്സാണ് നീ ഇട്ടിരിക്കണേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടാവില്ലേ. അത് അങ്ങനെയൊക്കെ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഒരാളിൽ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ദം ഓഫ്. അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ബ്രൂട്ടലി നമ്മളെ
അങ്ങ് ഓണസ്റ്റ് ആയി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുക, അതായത് മെന്റലി ടോർച്ചർ ചെയ്യുക എന്നുള്ളതല്ല അർത്ഥം. നമ്മളിങ്ങനെ പറയല്ലോ ഫ്രണ്ട്സ് ആകുമ്പോൾ എന്തും തുറന്നു പറയും. നോ 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 നോ, ആരാണെങ്കിലും ഏത് ബന്ധത്തിലും ബൗണ്ടറീസ് ഉണ്ടാവണം. നമുക്കത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ അവര് ഓണസ്റ്റ് ആയിട്ടോ അല്ലാണ്ടോ എങ്ങനെയോ ആയിക്കോട്ടെ പറയുന്നത്, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ കമന്റ് ചെയ്യാണ്, ഓക്കെ നല്ലതിന് നമ്മൾക്ക് പറഞ്ഞു തരാം, ഇല്ലാന്ന് അതൊന്നും പാടില്ല എന്നല്ല പറയണത്. പക്ഷെ അതൊരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് ഒരാൾ അത് പറയുമ്പോൾ നമ്മൾ നല്ലതിനാണോ കുത്തിയിട്ടാണോ പറയണെന്ന് മനസ്സിലാവും. കുത്തിയിട്ടാണ് പറയണതെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാന്നുള്ളതാണ്. ടോക്സിക് റിലേഷൻഷിപ്സ് എല്ലാം കട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഫാമിലിക്കകത്ത് തന്നെ ചിലപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ലൈക്ക് നമ്മുടെ സ്വന്തം പാരന്റ്സ് തന്നെ ടോക്സിക് ആവുന്നവരുണ്ട്. അതൊക്കെ ഭയങ്കര ഹൊറിബിൾ ഫീലിംഗ് ആണ് കേട്ടോ. അത് നമുക്ക് ഭയങ്കര ടഫ്, അത് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഫ്രണ്ട്സും മറ്റ് ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആണ് നമുക്കത് ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അതിലൊക്കെ ഞാൻ നന്നായി പഠിച്ചു. എനിക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആളുകളാണെങ്കിൽ ഞാൻ പെട്ടെന്ന് 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 കട്ട് ഓഫ് ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാവരോടും പറയാം അങ്ങനെ തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പ് അത് നല്ല രീതിയിൽ നമുക്ക് വന്നു ചേരുകയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല ഫീലിംഗ് ആണ്. പക്ഷെ അങ്ങനെ ഒന്നും വന്നു ചേർന്നില്ലെങ്കിലും അതൊരു കുറവായിട്ടൊന്നും കാണണ്ട, നമുക്ക് നമ്മളുണ്ട്, അത് മാത്രം മതി കേട്ടോ. പിന്നെ ഫാമിലി വൈസ് നോക്കുകയാണെങ്കിൽ ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും ഞങ്ങള് ഇമ്മക്കുട്ടിയാണെങ്കിലും കുറച്ച് സ്ട്രഗിൾ ചെയ്തൊരു വർഷമായിരുന്നു. പക്ഷെ അറ്റ് ദി എൻഡ് നോക്കുമ്പോൾ ഒരു ഹാപ്പി നോട്ട് ആണെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഏട്ടന്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇപ്പൊ അമ്മയുടെ കൂടെയാണ്. ഇപ്പൊ പാലക്കാട് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കുറെ കൂടി ക്ലോസ് ആയി, ദൂരെയല്ല. ആ ഒരു കാര്യത്തില് സന്തോഷമാണ്. ടച്ച് വുഡ് എല്ലാം അങ്ങനെ തന്നെ പോട്ടെ, സന്തോഷമായിട്ട് സമാധാനമായിട്ടും തന്നെ. പിന്നെ അടുത്ത വർഷത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 lakh യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്, യൂട്യൂബ് ഫാം എന്നുള്ളതാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ ഈ വർഷം നോക്കുമ്പോൾ നമ്മള് എത്ര ലക്ഷം കൂടി? 4 ലക്ഷമാണ്. ഈ 2023 4 ലക്ഷമാണ് കൂടിയത് നമുക്ക്. ഇപ്പൊ 4 ലക്ഷം ഇനി ഈ വർഷത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ശരിക്കും 13, 14, 15, 16, 17 ആണ് നമുക്ക് വെക്കേണ്ടത്. പക്ഷെ അങ്ങനെ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് കുറച്ചും കൂടി സ്ലോ ആയിട്ട് പോയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 lakh ആണ് വിചാരിക്കുന്നത്. അത് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ അത്ര ഒരു ഗ്രോത്ത് ആ ഒരു ഫേസിൽ, അതായത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ പതിയെ കൂടുള്ളൂ. അപ്പൊ ആ ഒരു ഇതും കൂടി കണക്കിലാക്കിയിട്ടാണ് ഞാൻ 15 lakh വെച്ചിട്ടുള്ളത്. പിന്നെ ഇൻസ്റ്റ ഇപ്പോ 3 lakh ആണല്ലോ, അപ്പൊ അതിൽ നിന്ന് 5 lakh ആവണമെന്നുണ്ട്. ഇൻസ്റ്റ അഗൈൻ ഭയങ്കര ടാസ്ക് ആണ് ഇൻസ്റ്റ ഗ്രോ ആവാന്ന് പറയണത്. പക്ഷെ അത് ഞാൻ കുറച്ചും കൂടി കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി മാനേജ് ആയി പൊക്കോളും. അപ്പൊ അത് കരിയർ വൈസ് അങ്ങനെ തന്നെയാണ്. പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ബെറ്റർ ആയിട്ട് സമാധാനമായിട്ടുള്ള ഒരു ലൈഫ്. ഈ വർഷം ഫുള്ളൊരു ഹസിലായിരുന്നു, സ്ട്രഗിൾ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 ഷിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ. വർക്കിനാണെങ്കിലും ഞാൻ എപ്പോഴും കൊച്ചിയിൽ പോയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചാൽ അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് സമാധാനം കുറയ്ക്കാവുന്ന സെൻസിലേക്ക് ഞാൻ പറയണം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇതാ നമുക്കൊരു സ്റ്റുഡിയോ ആയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം അതും ഉണ്ടായിരുന്നില്ല, അത് ബിൽഡ് ചെയ്ത് വരണേന്റെ ഒരു തിക്കും തിരക്കും ബഹളായിരുന്നു. അപ്പൊ ആ ഒരു രീതിക്ക് നമുക്കത് ചെയ്ത് കുറെ കൂടി സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായല്ലോ. പിന്നെ നമുക്കൊരു സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എന്താണ് ഈ വർഷം ഒരു ബിസിനസ് ആയിട്ട് എനിക്ക് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട്. കുറെ പേര് പറയും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല എന്നുള്ളത്. നമ്മളെപ്പോഴും കഴിഞ്ഞിട്ടേ പറയാൻ പാടുള്ളൂ എന്നുള്ളത് പറയും. പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഇതൊക്കെ മുന്നും പറയാറുണ്ടല്ലോ, എന്റെ യൂട്യൂബും ഇൻസ്റ്റയൊക്കെ എത്ര ആണെന്നുള്ളത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളിത് എല്ലാ വർഷവും പറയണതാണ്. എന്തത് ടിക്കറ്റ് വരുമ്പോൾ ഒരുപാട് പേര് ഞാൻ അടുത്ത് അപ്ഡേറ്റ്സ് ചോദിക്കാറുണ്ട് ഇൻസ്റ്റയിലൊക്കെ. ഇത് ഞാൻ ഓരോ തവണ ടിക്കറ്റ് ഇടുമ്പോഴും ഇൻസ്റ്റയിൽ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് പേര് അവരുടെ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാറൊക്കെ ഉണ്ട്. അപ്പൊ ഞാനതൊരു ഭയങ്കര ഒരു ഹാപ്പി കമ്മ്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. അതല്ലാണ്ട് ഞാൻ മറിച്ച് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. നമുക്ക് നോക്കാം, ഒരു ബിസിനസ് ആയിട്ട് അത് ഞാൻ പറയാൻ വിട്ടു. ഒരു ബിസിനസ് ആയിട്ട് തന്നെ എനിക്കൊരു ഇത് വേണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് തുടങ്ങാം. എന്തായാലും ഫസ്റ്റ് ത്രിഫ്റ്റ് സ്റ്റോർ ആയിട്ട് തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ സ്റ്റോറേജ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അത് നമുക്ക് നോക്കാം സെറ്റ് ആക്കാനായിട്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി ഈ ന്യൂ ഇയർ ടൈമിലാണെങ്കിലും ക്രിസ്മസ് ടൈമിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി ഡെസ്പായി പോയി. എനിക്കും ആദ്യം ഇങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഈശ്വര എല്ലാവരും ട്രാവൽ ചെയ്യുകയാണല്ലോ,
ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇത്ര പോപ്പുലർ ആയതിനു ശേഷം തോന്നുന്നു ട്രാവലിങ്ങിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ അയ്യോ നമ്മൾ എന്താ ചെയ്യണേ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനത്തെ ഒരു അത്ര ഹെൽത്തി അല്ലാത്ത തോട്ട്സ് ഉണ്ടാവുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക, അതിനെക്കുറിച്ച് വായിക്കുക, അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കത് നന്നായിട്ട് അതിൽ നിന്ന് ഓവർകം ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ അച്ഛൻ്റെ മരണം അത് ആക്ച്വലി ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് അച്ഛൻ്റെ മരണം എന്നൊക്കെ പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ഒരു 2 വർഷത്തിന് ശേഷമാണ് നമുക്ക് അങ്ങനെയിലേക്ക് എത്തിയത്. അങ്ങനെ അത് എത്താനായിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരുപാട് വായിക്കണതും അതേപോലെ തന്നെ ഞാൻ കുറേ അതിനു വേണ്ടി ഇങ്ങനെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ശബ്ദമിടറാതെ അതേപോലെ തന്നെ കണ്ണ് അറിയാണ്ടൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ കാര്യം പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ തന്നെ അത് വർഷങ്ങളാണ്. ഗ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ടല്ലോ. അത് ആക്സെപ്റ്റൻസ് ഉണ്ട്. അത് ആ ഒരു ലെവലിലേക്ക് നമ്മളിങ്ങനെ എത്തി വരണേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ തെറപ്പിക്ക് പോകണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചപ്പോ ഈ തെറപ്പി ഭയങ്കര നല്ലതാണ് കേട്ടോ, ഗോ ഫോർ ഇറ്റ്. പക്ഷെ അതെന്ന് വെച്ചാൽ അതിലേക്ക് എത്താൻ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയൊരാളിലേക്ക് എത്താൻ തന്നെ കുറച്ച് ടാസ്ക്കാണ്. എല്ലാവരുമായിട്ട് നമുക്കത് സെറ്റ് ആവണമെന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ് മീ ട്രൈ ബൈ മൈ സെൽഫ് എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ ഒരുപാട് വായിക്കുകയും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ്റെ ഇതാണെങ്കിലും ഞാൻ ഈ ഗ്രീഫിനെ കുറിച്ച് ഒരുപാട് വായിക്കുകയും അപ്പൊ ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതെനിക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇതായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇങ്ങനെ എനിക്കൊരു അൺഹെൽത്തി ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ വായിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലത്തെ ലൈഫ് എന്ന് പറയുന്നത് ഒന്നാമത് അത് വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാനേ പറ്റില്ല. അവരെന്തിലൂടെയാണ് കടന്നു പോകുന്നത് അതൊന്നും നമുക്കറിയില്ല. ആൻഡ് അവര് നല്ലതിലൂടെ തന്നെ കടന്നോട്ടെ, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യത്തിലൂടെ തന്നെ കടന്നോട്ടെ. അത് അവരുടെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് ആ ഒരു ഏർജ് ഭയങ്കര കൂടുതലായിട്ടുണ്ടെങ്കിൽ കമ്പാരിസൺ എന്നുള്ള ഒരു രീതിക്ക് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഷട്ട് ഓഫ്. നമ്മളത് ഞാൻ പറയുകയാണെങ്കിൽ ഒരാളുടെ ലൈഫ് കണ്ടിട്ട് നമുക്ക് കുശുമ്പാണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീലിംഗേ അല്ല. അത് നമ്മൾ മാറ്റിക്കൊണ്ടുവരേണ്ട ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അവരെന്തിലൂടെയൊക്കെയാണ് കടന്നു പോയിട്ടില്ലെന്ന് നമുക്ക് അറിയില്ല. നമുക്കും അതിനനുസരിച്ച് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മേ ബി നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയായിരിക്കും, പക്ഷെ തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. ഇപ്പോൾ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഒരു പോയിന്റ് വരെ അതൊരു ലക്ഷറിയാണ്. നമുക്ക് കുറെ പേർക്ക് എന്താണെന്ന് വെച്ചാൽ അതിനെക്കാട്ടിലും മുന്നേ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പം ഡൂ ദാറ്റ്. ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല. ന്യൂ ഇയറിന് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കണേന്ന് വിചാരിച്ചിട്ട് ആ വർഷം ഫുള്ള് നമ്മൾ വീട്ടിലിരിക്കും എന്നർത്ഥമില്ല. കുറെ പേർക്ക് അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മളിങ്ങനെ ചോദിക്കും ന്യൂ ഇയറിന് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ആ വർഷം നമ്മൾ മൊത്തം ചെയ്യാന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ. അങ്ങനെയായിരുന്നു പറഞ്ഞത്. ഞാനിങ്ങനെ പറയായിരുന്നു. ഒരു ന്യൂ ഇയർ സമയത്ത് ഞാൻ ട്രെയിനിലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറയായിരുന്നു ട്രെയിനിലാണല്ലോ ന്യൂ ഇയർ ടൈമിൽ ഇതിനർത്ഥം ഈ വർഷം മൊത്തം ഇനി അലച്ചിലായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ അച്ഛനോ പറഞ്ഞു ഉണ്ണിയാണോ പറഞ്ഞെന്നറിയില്ല. അപ്പൊ നീ ഈ സമയത്ത് ടോയ്ലറ്റിലാണെങ്കിൽ അതിനകത്ത് ഈ വർഷം മൊത്തം ടോയ്ലറ്റിലായിരിക്കുന്നതാണോ അല്ലല്ലോ ചോദിച്ചു. അപ്പൊ എനിക്ക് ആലോചിച്ചപ്പോ അത് ശരിയാണല്ലോ, അങ്ങനെയല്ലല്ലോ അത് വർക്കാവുക. അപ്പൊ അതല്ല ആ വർഷം ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യം. നമ്മള് സമാധാനമായിട്ട് വീട്ടിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു വീടുണ്ടല്ലോ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാം. അപ്പൊ അങ്ങനെ ആലോചിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇതൊക്കെ സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ട്രാവൽ ചെയ്യാം, അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ കുറെ പേരുണ്ടാവില്ലേ, നമുക്കിങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അതിനു വേണ്ടി എഫേർട്ട് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും എന്താന്നല്ല ബാക്കിയുള്ളവർ പോകുന്നതാണെന്നോ നെഞ്ചിനൊരു വല്ലാത്ത വേദനയാണ്. അത് നമുക്ക് പിടിക്കില്ല. നമുക്ക് പോവേ വേണം എന്നാൽ നമ്മൾ അതിനനുസരിച്ചുള്ള യാതൊരു എഫേർട്ടും എടുക്കില്ല. സോ വർക്ക് ഹാർഡ്. ഫസ്റ്റ് നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. ഏതൊരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു വിഷന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളതാണ്. അതിലൊരു പ്ലാൻ ഉണ്ടാക്കുക കേട്ടോ. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യണം, ഫേക്ക് പോസിറ്റിവിറ്റി അതൊന്നും അല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നമ്മളെപ്പോഴും ആലോചിച്ച് അതിനെ മാനിഫെസ്റ്റ് ചെയ്താലേ ഉണ്ടാവുള്ളൂ എന്നൊന്നുമില്ല. എന്റെ അനുഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതി വെക്കും. ഞാൻ കീപ് വർക്കിംഗ്. ഞാൻ എന്നിട്ട് ആ മാസം അവസാനം ആകുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ജസ്റ്റ് എന്റെ ഗോൾസ് എടുത്ത് നോക്കും. അതായിട്ടുണ്ടാവും, ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. ആയിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യും, ആയിട്ടില്ലെങ്കിൽ നമ്മൾ വി സ്റ്റാർട്ട് വർക്കിംഗ് അഗൈൻ. അപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ദെൻ ബാക്കിയൊക്കെ തനിയെ വരും. ഡോണ്ട് വെറി. അപ്പോൾ എനിക്ക് കിട്ടുന്നില്ല എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ചിന്താഗതിയാണ് ഫസ്റ്റ് മാറ്റി വെക്കുക. ആൻഡ് ബാക്കി വർക്ക് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ തനിയെ വരും.
ട്രസ്റ്റ് മീ, ഇപ്പൊ എനിക്കൊക്കെ പറ്റുമെങ്കിൽ ആർക്കും പറ്റും. ഞാൻ ഇതിലൂടെ കടന്നു വന്നിട്ടില്ല. ഇപ്പൊ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവല്ലോ ഇതേപോലെ, അയ്യോ ഞാൻ എന്താണ് എന്റെ ലൈഫ് വെച്ച് ചെയ്യുന്നത്, ഞാൻ എവിടെ എത്തിയിട്ടില്ലല്ലോ, ഒന്നുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ. ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു, ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. ഞാൻ ഭയങ്കര ഒരു ലൂസർ ആയിട്ട് തന്നെയാണ് എന്നെ കൺസിഡർ ചെയ്തിട്ടുള്ള. കരിയർ വൈസ് ഒന്നുമല്ല, പൈസ ഇല്ല, ഒന്നുമില്ല. പക്ഷെ അതിന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു, ഓക്കെ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ ഭയങ്കര പൈസ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മള് നമ്മുടെ കാര്യങ്ങൾ നടത്താവുന്ന രീതിയിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. എന്റെ ഡിസിഷൻസ് എനിക്ക് സ്വയം എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ കാര്യങ്ങൾ തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ട്, തനിയെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, തനിയെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് എനിക്ക് വരാൻ പറ്റുമെങ്കിൽ എനിവൺ ക്യാൻ ഡു ഇറ്റ്. അത് ഒരു സത്യമായിട്ടുള്ള കാര്യം. കാരണം നമ്മള് ഒരു വ്യത്യാസം ഇല്ലല്ലോ. ഞാൻ ഈ ഉദാഹരണം എന്നെ വെച്ച് പറയുന്നത് എന്താ വെച്ചാൽ അത് കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിലൊക്കെ 10 ഇരട്ടി, 10 എന്നൊന്നും പറയാൻ പറ്റില്ല, 1000 ഇരട്ടി, ഇൻഫിനിറ്റി ഇരട്ടി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എത്രയോ മുന്നിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് നോക്കി കണ്ടാൽ വളരെ നല്ലത്. ഞാൻ അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനത്തെ ആളുകളുടെ ഇന്റർവ്യൂസ് കാണാറുണ്ട്, അങ്ങനത്തെ സിനിമകൾ കാണാറുണ്ട്. ആ സിനിമയെ കുറിച്ചാണ് കേട്ടോ ഈ വർഷം ഞാൻ കുറെ സിനിമകളും സീരീസും ഒക്കെ ഇങ്ങനെ OTT ഒത്തിരുന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ കുറെ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് കാണാൻ സമയം കിട്ടുന്നത് എന്നുള്ളത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇത്ര വർഷമായല്ലോ എഡിറ്റ് ചെയ്യണു. അപ്പൊ ആ എഡിറ്റ് ചെയ്യുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബ്ദമില്ലാത്ത ഷോർട്സും റീൽസും ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ, ഈവൻ ഈ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശബ്ദമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ പാരലായിട്ട് ഞാൻ സൈഡിൽ ഫോണിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കട്ടെ, അല്ലെങ്കിൽ TV വെച്ചിട്ട് ഇങ്ങനെ കാണും. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട്. അപ്പൊ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് എനിക്ക് ബെറ്റർ ആക്കാനൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനത്തെ പല സിനിമകൾ കാണുമ്പോഴും ഒക്കെ അതിൽ നിന്നൊരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ബി ഹാപ്പി ഫോർ യുവർ സെൽഫ്, ബി ഹാപ്പി ഫോർ അതേഴ്സ്. കുശുംബിക്കുന്നത് മറ്റുള്ളവരെ ഇങ്ങനെ പ്രാഗി എല്ലാവർക്കും കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്താണ് ഒരു ആ ഫീലിംഗ് വരുന്നത് കൊണ്ട് തെറ്റില്ല കേട്ടോ. അത് എല്ലാവർക്കും വരുന്നതാണ്. പക്ഷെ ആ ഫീലിങ്ങിനെ നമുക്ക് നമ്മുടെ കയ്യിൽ കൺട്രോളിൽ നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. അതായത് അവരുടെ രീതിയിൽ വർക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമുക്കും ഇത്രയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് എഫേർട്ട് എടുത്ത് ചെയ്യാവുന്നതാണ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വിചാരിക്കുക. അപ്പൊ അതാണ് നമ്മുടെ 2023 റിവൈൻഡ്. എല്ലാവർക്കും ഒരു നല്ലൊരു വർഷമാവട്ടെ 2024. ബി കൈൻഡ് ടു അതേഴ്സ്. ആരെയും നമുക്ക് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആരെയും ഉപദ്രവിക്കാണ്ടിരിക്കാം. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ അഭിപ്രായം പറയാണ്ടിരിക്കുക, ടോക്സിക് ആവാണ്ടിരിക്കുക നമ്മള്. ആൻഡ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. ആൻഡ് വർക്ക് ഹാർഡ് ആൻഡ് ഏൺ ഇറ്റ്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സാധിക്കും. പതുക്കെ ആണെങ്കിലും നമുക്ക് എല്ലാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എല്ലാവരും. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഒക്കെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ എ ലോട്ട്. അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി വർഷമാവട്ടെ. ഹെൽത്ത് ശ്രദ്ധിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റട്ടെ, വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.